അങ്ങനെ കുറേ സ്ഥലത്തെ യാത്രകൾക്ക് ശേഷം എൻ്റെ സ്വന്തം നാടായ നിലമ്പൂരിൽ നിന്നൊരു 10-12 കിലോമീറ്റർ അകലെയുള്ള TK കോളനി എന്ന് പറഞ്ഞിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു ഗ്രാമത്തിൽ എറണാകുളത്ത് നിന്നിട്ടുള്ള ആളുകൾ തുടങ്ങിയിട്ടുള്ള ഒരു റിസോർട്ട് ആണ് ഇന്ന് ഞങ്ങൾ സന്ദർശിക്കാനും താമസിക്കാനും പോയത്. ഇന്നത്തെ ദിവസം ഗ്രേറ്റ് ഹോൺബില്ലിൻ്റെ കൂടെയാണ്. ഒരുപാട് തിരക്കുള്ള ഒരു ദിവസമായിരുന്നു ഇന്ന് എൻ്റെ പുതിയ പടത്തിൻ്റെ പോസ്റ്റർ റിലീസൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് അതിൻ്റെ തിരക്കുകളൊക്കെ തീർത്ത് ഞാനോടും ഉച്ചയ്ക്ക് ശേഷമാണ് ഞങ്ങൾക്ക് കിട്ടിയ പ്രത്യേക പാസുമായിട്ട് ഗ്രേറ്റ് ഹോൺബില്ലിലോട്ട് എത്തിയത്. സ്വന്തം നാട്ടിലാണെങ്കിലും എനിക്കിതുവരെ അവിടെ എത്താൻ പറ്റിയിട്ടില്ല, താമസിക്കാൻ പറ്റിയിട്ടില്ല. ഇച്ചും ഭയങ്കര ഹാപ്പിയാണ് നമ്മുടെ നാട്ടിൽ ഇത്രയും നല്ലൊരു സംഭവമൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ. ഭയങ്കര ഹാപ്പിയാണ്. ഒരു ഭയങ്കര പോസിറ്റീവ് വൈബുണ്ട്. കുറേ റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്, പോസ്റ്ററിൻ്റെ റെസ്പോൺസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സന്തോഷമുണ്ട്. കുറേ കല്യാണം കഴിഞ്ഞ് യാത്രകൾക്കിടയിലൊക്കെ കഴിഞ്ഞ് നമ്മളെ പടത്തിൻ്റെ മീറ്റിങ്ങിലോട്ടൊക്കെ പോയിരുന്നു. ഇപ്പോഴാണ് ഇതിലോട്ട് എത്താൻ പറ്റിയത്. പക്ഷേ ഗ്രേറ്റ് ഹോൺബില്ല് ഭയങ്കര പീസ്ഫുള്ളായിരുന്നു. ആ തിരക്കുകളിൽ നിന്ന് കറക്റ്റ് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളിയായിരുന്നു. ഇവിടെ ഇങ്ങനെ പശ്ചിമഘട്ടത്തിൻ്റെ താഴ്വാരത്തിൽ നിരന്ന് കിടക്കുന്ന ഇത്രയും കണക്കിന് ഏക്കറുകളിൽ ഒരു ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള ഭയങ്കര വിൻറ്റേജ് ഫീലൊക്കെ തരുന്ന രീതിയിലാണ് ഇതിൻ്റെ ആർക്കിടെക്ചറൊക്കെ ഉള്ളത്. ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു അവിടെ എത്തിയപ്പോൾ തന്നെ. കാരണം നല്ല കാറ്റും നല്ല തണുപ്പും ഇടയ്ക്കിങ്ങനെ പിറകിൽ ഇങ്ങനെ TK കോളനി പുഴയുടെ ശബ്ദങ്ങളൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ പീസ്ഫുള്ളാക്കുന്നുണ്ടായിരുന്നു. തുടങ്ങിയിരുന്നു മൊത്തം ആ സ്ഥലം എടുത്ത് അവിടെ കല്ല് പാകിയിട്ട് ഇത്രയും മനോഹരമായിട്ട് ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നതും അവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ ഉള്ളതും ഒക്കെ നമ്മളെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. ശരിക്കും നാച്ചുറലിനെ ഒരുപാട് ബുദ്ധിമുട്ടിക്കാതെ ഇത്രയും നന്നായിട്ട് ഇതിനെ ഉപയോഗപ്പെടുത്തിയത് ശരിക്കും ഭയങ്കര അത്ഭുതമാണ്. ഭയങ്കര രസമുണ്ട്. ഈ ഒരു കാടിനോട് ഇങ്ങനെ ഇഴകിച്ചേർന്ന് കിടക്കുന്ന റിസോർട്ട് ശരിക്കും ഭയങ്കര കാമായിട്ട് ഭയങ്കര സന്തോഷം തരുന്നൊരു സ്ഥലമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പതിയെ ഇങ്ങനെ കറങ്ങാനിറങ്ങി. രാത്രി നിലയേറെ വൈകിയോണ്ട് കുറേ കാഴ്ചകളൊന്നും കാണാൻ പറ്റിയില്ല. നമ്മൾ മറ്റേ ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ കാണുന്ന പോലത്തെ ഒരു പ്ലേസ്, അങ്ങനത്തെ പടവുകൾ, വലിയ മരങ്ങൾ ഭയങ്കര അടിപൊളിയായിട്ട് ഇങ്ങനെ നമ്മളെ കൊണ്ടുപോവാണ്, മെൻ്റലി ഹാപ്പിയാക്കി. അവിടെ നേരെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ TK കോളനി പുഴ ഇങ്ങനെ നിറഞ്ഞ് കിടക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുളുമണയിലൊക്കെ പൊട്ടുള്ള പോലത്തെ കാണുന്ന പുഴ പോലത്തെ ഒരു ഫീലാണ്. അങ്ങനത്തെ കല്ലും പണ്ടങ്ങാണ്ട് ഉരുട് പൊട്ടിയിട്ട് വന്നാന്നൊക്കെ പഴമക്കാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ആ കല്ലുകൾ വന്നിങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്ന കുറേ രൂപങ്ങളും അതിനിടയിലൂടെ ഇങ്ങനെ കടന്നു പോകുന്ന വെള്ളമൊക്കെ വല്ലാത്തൊരു അനുഭൂതിയിലോട്ട് നമ്മളെത്തിക്കും. അതിൻ്റെ ശബ്ദവും ഇതിൻ്റെ ഓരോ സ്ട്രക്ചറൊക്കെ ഭയങ്കര രസമാണ്. പ്രകൃതിനെ ഇഷ്ടപ്പെടുന്ന, പ്രകൃതിനെ ഒരുപാട് സ്നേഹിക്കുന്ന, പ്രകൃതിയിൽ അലിഞ്ഞു ചേരാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ആക്ച്വലി ഗ്രേറ്റ് ഹോൺബില്ലിൻ്റെ ഈ റിസോർട്ടിൽ വന്ന് അവിടെ ഒരു ദിവസം രാത്രി താമസിച്ച് അവിടുത്തെ കാറ്റും വെളിച്ചവും ഇങ്ങനെ കിടക്കുന്ന പ്രകൃതിയുടെ അല്ലെങ്കിൽ പശ്ചിമഘട്ടത്തിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്ന വെള്ളത്തിൽ ഇങ്ങനെ പോയി ഒന്ന് മുഖമൊക്കെ കഴുകി കൈയും കാലും കഴുകി നല്ല ക്ലീൻ ബ്രീത്തൊക്കെ ശ്വസിച്ച് ഒരു ദിവസം ഭയങ്കര സന്തോഷകരമായിട്ട് കൊണ്ടാടാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ തന്നെ ആയതുകൊണ്ടും ലോകത്തിൻ്റെ ഏത് കോണിൽ പോയി കഴിഞ്ഞാലും എനിക്കിവിടെ ഈ നിലമ്പൂരിലെ ഈ TK കോണിൽ വന്നൊന്ന് കുടിച്ച് പോകാൻ കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വിഷമങ്ങളും പോവും. ഇപ്രാവശ്യം എൻ്റെ ഭാര്യയോട് കൂടി എൻ്റെ ചുൻ്റെ കൂടെ വന്നതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയായിരുന്നു. എന്തായാലും ഇന്നത്തെ ദിവസം ഞങ്ങൾ ഗ്രേറ്റ് ഹോൺബില്ല് അടിച്ചു പൊളിച്ചു. TK കോളനി പുഴയിലെ സന്തോഷങ്ങളൊക്കെ തീർത്ത് പതിയെ ഞങ്ങൾ അന്നത്തെ ദിവസം മതിയാക്കി. ഇനി ഒരു ദിവസം എന്തായാലും ഫാമിലിയായിട്ട് ഗ്രേറ്റ് ഹോൺബില്ല് ഞങ്ങൾ വരും, അത് ഉറപ്പാണ്.